ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചിത്രത്തിലെ ഈ ടോപ്പ് ലൈനും ഈ ബോട്ടം ലൈനും പാരലൽ ലൈൻസ് ആണ്. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഓഫ് ദ ബോട്ടം ട്രയാങ്കിൾ ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ ടോപ്പ് ട്രയാങ്കിൾ. അതായത് ഈ താഴെ നിൽക്കുന്ന ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ആംഗിളും മുകളിലുള്ള ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ മുകളിലുള്ള ഈ ലൈനും താഴെയുള്ള ഈ ലൈനും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അപ്പൊ നോക്കുക, ഇത് രണ്ടും പാരലൽ ലൈൻ ആണ്. ഈ ലൈൻ നിങ്ങൾ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 35 ഡിഗ്രിയും ഇവിടെ ഫോം ചെയ്തേക്കുന്ന ഈ ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ 35 ഡിഗ്രി ആണ്. ഇനി നോക്കുക, ഈ രണ്ട് ലൈൻ പാരലൽ ലൈൻ ആണ്. അപ്പോൾ ഇതാ ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി വരും? 45 ഡിഗ്രി. ഇനി നോക്കാം, താഴെയുള്ള ഈ ട്രയാങ്കിളില് ഒരാംഗിൾ 35ഉം ഒരാംഗിൾ 45ഉം ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താമല്ലോ. ഒരു ട്രയാങ്കിളില് എല്ലാ ആംഗിളിന്റെയും സം എത്രയാണ്? 180 ഡിഗ്രി ആണ്. അപ്പൊ 35ഉം 45ഉം കൂട്ടുമ്പോൾ നമുക്ക് 80 എന്ന് കിട്ടും. 80ന്റെ കൂടെ 100 കൂട്ടുമ്പോഴാണ് 180 കിട്ടുന്നത്. അപ്പോൾ ഈ ആംഗിൾ 100 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ആംഗിളും കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. താഴെയുള്ള രണ്ട് ആംഗിൾസും 20 ഡിഗ്രിയും 50 ഡിഗ്രിയും ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസ് എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.